നമസ്കാരം. ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് കുറച്ചു, റിവേഴ്സ് റിപ്പോ റേറ്റ് കുറച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാൽ എന്താണ് എന്നുള്ളത് പലർക്കും അറിയത്തില്ല. എന്താണ് റിപ്പോ റേറ്റ്? റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സിന് ചില സമയത്ത് ലിക്വിഡ് ക്യാഷിൻ്റെ അത്യാവശ്യം വരും. അവർക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ, ലോൺ കൂടുതൽ കൊടുക്കാൻ, എന്തെങ്കിലും ഫണ്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ടാകുമ്പോഴത്തേക്കും കുറച്ച് പൈസയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ, എമൗണ്ട് ആവശ്യം വേണ്ടി വരുമ്പോൾ അവർ റിസർവ് ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് അവർക്ക് കിട്ടുന്ന എമൗണ്ടിനാണ് റിപ്പോ എന്ന് പറയുന്നത്. ഇതിന് പകരമായിട്ട് ഇവർ സെക്യൂരിറ്റി റിസർവ് ബാങ്കിലോട്ട് കൊടുക്കണം. അതിൻ്റെ ബേസിസിലാണ് ഈ റിപ്പോ എമൗണ്ട് ഇവർക്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിന് കിട്ടുന്നത്. അതിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5.5% ആണ് ഇന്നത്തെ റേറ്റ്. 5.5% കമേഴ്ഷ്യൽ ബാങ്ക്സ് റിസർവ് ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതാണ് റിപ്പോ റേറ്റ്. ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് 5.5 ആണ്. ഇനിയിപ്പോൾ റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നുണ്ട്. റിവേഴ്സ് റിപ്പോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാങ്കുകാരിൽ ഫണ്ട് കൂടുതലുണ്ടാവും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതിന് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് പിൻവലിക്കുകയും ചെയ്യണം. കാരണം കണ്ടമാനം ഫണ്ട് ഫ്ലോ എക്കോണമി ബാധിക്കുന്ന വിധത്തിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ട് കമേഴ്ഷ്യൽ ബാങ്ക്സ് റിസർവ് ബാങ്കിന് കൊടുക്കും. അതാണ് റിവേഴ്സ് റിപ്പോ. റിസർവ് ബാങ്ക് അത് മേടിച്ചിട്ട് അതിന് 3.35 ഇന്നത്തെ റേറ്റ്. ഈ റേറ്റുകൾക്ക് വ്യത്യാസം വരാം. ഇന്നത്തെ റേറ്റ് 3.35% ആണ് റിസർവ് ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്നത്. അപ്പോൾ റിപ്പോയും റിവേഴ്സ് റിപ്പോയും നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ ബാങ്ക്സ് റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങുന്ന എമൗണ്ടാണ് റിപ്പോ. കമേഴ്ഷ്യൽ ബാങ്ക്സ് റിസർവ് ബാങ്കിന് കൊടുക്കുന്നതാണ് റിവേഴ്സ് റിപ്പോ. റിപ്പോ റേറ്റ് 5.5ഉം റിവേഴ്സ് റിപ്പോ 3.5ഉമാണ് ഇന്നത്തെ നിലവിലത്തെ റേറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.